കരിയർ, ഫ്രണ്ട്സുമായിട്ടുള്ള അടിച്ചുപൊളി, യാത്രകൾ, ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് സെൽഫ്ലെസ്സായ മക്കളെ സ്നേഹിക്കാൻ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജനറേഷനെ പോലെ എനിക്ക് പറ്റത്തില്ല. അത് കുറച്ചേ മാറിക്കുള്ളൂ. ആരെ ഈ പറയുന്നത് നോക്കണം. എടോ, എനിക്ക് കുട്ടികൾ ഇഷ്ടമല്ലാണ്ടൊന്നല്ല, എന്തോ അവരെ ഹാൻഡിൽ ചെയ്യാനൊരു നാക്ക് എനിക്കില്ല. ആ നിർബന്ധമാണെന്ന് തോന്നിയിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ പറ്റി ഓർക്കാൻ വേണ്ടി വേൾഡിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്, അല്ലാതെ കുറച്ച് പിള്ളേരുണ്ടാക്കിയിട്ട് അവർ വഴി നമ്മൾ ഓർക്കണം എന്നുള്ളതല്ല. ടഫാണോ മച്ചാനെ? നാളെ മുതലേ ഞാൻ ഫ്രീ ആവില്ല കേട്ടോ. ജോയിൻ ചെയ്യണം. ചെയ്തു. ഓ ചെയ്യട്ടെ. പിള്ളേരാണോ? പിള്ളേർ വേണ്ട, നമ്മൾ മാത്രം മതി. ഓക്കെ. എന്താ ചിരിക്കുന്നത്? ഞാൻ ഒരു പഴയ കാര്യം ആലോചിച്ച. ആഹാ, ഓഹോ. അയ്യോ, ദേ കാണുന്ന ഫ്ലാറ്റോടെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ഇനി വേറെ ഫ്ലാറ്റ് ഒന്നും പൊളിക്കണ്ട. രണ്ടുപേരും കൂടി സൺസെറ്റും കണ്ട് എന്താണ് പരിപാടി? ഞാനീ കായൽ കയ്യേറിയതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സാറോ ഒന്ന് ശ്രദ്ധിച്ചോ, ഇവന് അനധികൃതമായിട്ട് കയ്യേറുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അതിപ്പോ വരൂട്ടോ. എന്താ പേര്? ആരാ ഇത്? എന്റെ കൊച്ചെ, ഇവിടെ ചെവിക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അയ്യോ സോറി, ഞാൻ അടിച്ചിട്ട് തുറക്കാഞ്ഞപ്പം. അല്ലേ, അവിടുന്ന് ഇവിടെ വരെ നടന്ന് എത്തണ്ടായോ? എന്നതാ, പുസ്തകം വല്ലതും ആണോ? ഇവിടെ ആർക്കും വേണ്ടായേ? അയ്യോ അല്ല, ഞാൻ സന്ധ്യമ്മടുത്ത് കാണാൻ വന്നതാ. ഞാൻ ഈ സമയത്ത് എല്ലാ ദിവസം വരാറ്. ആ, അത് ശരി. എന്നാ കേറി വാ. അയ്യോ, എന്റെ കൊച്ചെ, എന്നതാടാ നീ കാണിച്ചു വെച്ചേക്കുന്നേ? മൂത്രം ഒഴിച്ച് കുളമാക്കിയല്ലോ. അയ്യോ മോളെ, അതുകൊണ്ട് ആ തുണി എടുത്താ മൂത്രം അങ്ങ് തുടച്ച് കളാ. എനിക്ക് നടുവയ്യ, ഒട്ടും കുനിയാൻ വയ്യ. ഞാനോ? അല്ലേ, ഇതെന്നാ ചാണകം മെഴുകുവാന്നോ? ആ തുണി അങ്ങോട്ടെടുത്ത് വിരിച്ച് നല്ലതുപോലെ തുടയ്ക്ക്. ഇനി എന്തേ, ആ കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്തോട്ടിരുത്തി വെച്ച് അവിടെ കൂടെ അങ്ങ് തുടയ്ക്ക്. പതുക്കെ സൂക്ഷിക്കണേ. ഇനി അവിടെ തുടയ്ക്ക്. എന്നിട്ട് ദേ ആ നിക്കറും കൂടെ അങ്ങ് മാറ്റണം കൊച്ചിന്റെ. അത് ആകപ്പാടെ നനഞ്ഞിരിക്കുക. എന്റെ കൊച്ചെ, ഇതൊന്നും നിനക്ക് അറിയാൻ മേലേ? അല്ല കൊച്ചേ, നിനക്ക് വേറെ പണി ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ സിനിമയിലേക്ക് ഇറങ്ങിയത്? അയ്യോ അല്ല, എനിക്ക് സിനിമ ചെറുപ്പം തുടങ്ങിയ ഇഷ്ടമാണ്. എന്നാലും ഒരു ഓഫീസിലൊരു നല്ല പണിയുള്ള കൊച്ചാണെന്ന് അറിയുമ്പോഴല്ലേ ഒരു നല്ല ആലോചനയൊക്കെ വരുത്തുള്ളൂ. അയ്യോ സാറേ, ഞാൻ പറയാൻ മറന്നുപോയി. അമ്മച്ചിയുണ്ട്, സൂക്ഷിക്കണം. ഞാൻ വന്നിട്ട് വന്നാ മതിയെന്ന്. പിന്നെ ഞാൻ ഈ കൊച്ചിനോടൊന്നും രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കുമല്ലായിരുന്നു, അല്ലയോ? അമ്മേ, ഒരു ചായ തന്നെ. അയ്യോ, ജീവൻ എന്നാ ഓഫീസിൽ പോയി തുടങ്ങിയ മേട് വരുന്നവരെ ഞാൻ നാട്ടിൽ നിന്ന് അമ്മച്ചിയെ പൊക്കി. പറഞ്ഞില്ലേ? ഇല്ല ഇല്ല. എന്താ ഇപ്പൊ ഫോൺ വിളിയും മെസ്സേജും ഒന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല മാം. അമ്മച്ചിയോട് ഇപ്പോഴൊന്നും പറയണ്ട, സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. അയ്യോ മാം, അങ്ങനെ മാം പറയണ പോലെ അങ്ങനെ ഒന്നുമില്ല. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് എത്രയും വേഗം പറയുന്നത് തന്നെയാ നല്ലത്. അത്രയും കൂടുതൽ കാലം ഒന്നിച്ച് ജീവിക്കാൻ കിട്ടുമല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി.
സാറ വേണമെങ്കിൽ ഇനിയിപ്പോ ചേച്ചിന്ന് വിളിക്കാം കേട്ടോ. സയനൈഡിന്റെ സ്മെൽ ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ ഒരു 30% ആൾക്കാർക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1-2 പേർക്ക് ആ എബിലിറ്റി ഉണ്ടാവുള്ളൂ. അതൊരു ആൽമണ്ട് വറുത്ത മാതിരി ഒരു മണമാണ്. ഈ കൊടുത്തായ കേസിൽ വർക്ക് ചെയ്ത ഫോറൻസിക് സർജൻ അവരുടെ നോട്ട്സിൽ എഴുതിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കേസ് ചെയ്ത എൻ്റെ മാഡം ആയിരുന്നു. അന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ജീവൻ വന്നിട്ട് പോവാം. ഇല്ല, സ്കൂട്ടർ ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഇല്ലാത്ത ഡൗട്ട്സ് ഉണ്ടാക്കി വരണം എന്നില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കയറിപ്പോരെ. ശരി ചേച്ചി. ചീറ്റിപ്പോയല്ലേ? വിട്ടോ? എങ്ങോട്ടാ? ഫുഡ് അടിക്കാം. തട്ടുകടയിൽ നേരെ വിട്ടോ? അമ്മച്ചി നിന്നെ റോസ്റ്റ് ചെയ്തല്ലേ? എടാ, ഒരു പരിചയമില്ലാത്ത നിന്റെ അമ്മച്ചി എന്നെ കൊണ്ട് അയവാന് മൂത്രം തുടപ്പിച്ച് ട്രൗസർ മാറ്റിപ്പിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസ് വരുത്. ഇക്കണക്കിന് എങ്ങാനും നിന്നെ ഞാൻ കെട്ടിയിരുന്നെങ്കിലോ. അവിടെ അമ്മച്ചൊക്കെ ഇപ്പം അങ്ങ് പോവും. നാട്ടിൽ കൃഷിയൊക്കെ ഉള്ള. അതെ, നമുക്ക് നമ്മുടെ കാര്യം അങ്ങ് അവതരിപ്പിച്ചാലോ? എന്തിന്? നിന്നെ ഞാൻ കുറച്ചാളൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ, എന്നിട്ട് മതി. മതി, തിരക്കില്ല. പക്ഷെ മര്യാദക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട നാടല്ലേ ഇത്? അതുകൊണ്ട് പറഞ്ഞ കല്യാണം കഴിച്ചാ പിന്നെ എന്തു ആവാലോ. നിനക്ക് കല്യാണം കഴിക്കണോ അതോ ട്രിപ്പ് പോകണോ? ഇപ്പൊ ട്രിപ്പ് പോയാൽ മതി. കല്യാണം പിന്നെ ഒബ്സർവ് ഒക്കെ ചെയ്തിട്ട് മതി, തിരക്കില്ല. അയ്യാടാ. ചേച്ചിയുടെ അമ്മച്ചനെ കണ്ണി പൊടിയിടാൻ ഒരു വഴിയുണ്ട്. എനിക്ക് എന്തായാലും ഈ വീക്കെൻഡ് വാഗൺ പോണ ലൊക്കേഷൻ നോക്കാൻ. അപ്പൊ കൂടെ പോര്. നമ്മൾ രണ്ടുപേരും മാത്രം? അയ്യോടാ, എൻ്റെ DOP ഉണ്ടാവും കൂടെ. ഞാൻ ഇല്ല, നിങ്ങളെ നോക്കോ. DOPയുടെ ഗേൾഫ്രണ്ടിനോടും കൂടെ വരാൻ പറയാം. ഓക്കെ. എന്തൊരു ശരി.